പലരും ധ്രുവറാത്തിയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ട് യഥാർത്ഥ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ പറയണം. അപ്പം ആരാണ് രാഹുൽ ഗാന്ധി? കഴിഞ്ഞ 10 വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ഭാരത് ജോഡോ യാത്ര നടത്തിയിട്ട് എന്ത് തരംഗമാണ് രാഹുൽ ഗാന്ധിക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞത്? ഒരു റൂമിലിരുന്ന് ഒരു യൂട്യൂബർ ഒരു വീഡിയോ ഇട്ടു, ആ വീഡിയോ ഇട്ടിട്ട് ആൾക്കാർ വോട്ട് ചെയ്തെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പിന്നെ എന്ത് പ്രസക്തിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത് എന്ന് ആദ്യത്തെ ചോദ്യം. ഇനി കോൺഗ്രസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 52 സീറ്റായിരുന്നു, ഇപ്പോൾ 99, 100ലേക്ക് പോലും എത്തുന്നില്ല. ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ അധികാരം പിടിക്കുമെന്നാണ്. പക്ഷേ 99 സീറ്റ് കിട്ടിയപ്പോൾ തന്നെ ഇവർ തുള്ളിച്ചേർന്നൊരവസ്ഥ. അപ്പോൾ അവർക്ക് തന്നെ അറിയാമായിരുന്നു, ഒരു ധാരണയുണ്ടായിരുന്നു അധികാരത്തിലേക്ക് വരില്ല എന്നുള്ളത്. ദുർഹത്യയുടെ വീഡിയോ ആണ് ഇന്ത്യയിലുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ പരാജയമല്ലേ. കേരളത്തിൽ സുരേഷ് ഗോപിയുടെ സീറ്റ് BJPയുടെ അക്കൗണ്ടിൽ കൂട്ടണ്ട, അത് സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടാണ്, വ്യക്തിപ്രഭാവം കൊണ്ടാണെന്നാണ് പറഞ്ഞത്. ഇതിനു മുമ്പ് ഇലക്ഷന് മുമ്പ് പലരും പറഞ്ഞത് BJP ഒരിക്കലും ജയിക്കില്ല, സുരേഷ് ഗോപി ആയാലും മമ്മൂട്ടി ആയാലും മോഹൻലാൽ ആയാലും താമര ചിഹ്നത്തിൽ ആരും വോട്ട് ചെയ്യില്ലെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ മലയാളികൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് തെളിയിക്കുന്ന ഒരു ഇലക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മൾ എത്ര ഇരുട്ടുകൊണ്ട് വോട്ടടിക്കാൻ ശ്രമിച്ചാലും